ഹലോ ഗൈസ്, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ലീവ് ആയതുകൊണ്ട് രാവിലെ തന്നെ ഏട്ടനായിട്ട് മീൻ വാങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. അധികാരിപ്പടിക്ക് മീൻ മാർക്കറ്റിൽ നിന്ന് നല്ല മത്തിയും ചൂടൊക്കെ വാങ്ങിയിട്ടതേ നേരെ വീട്ടിലെത്തിയിട്ടാ. ഇപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഈ സംഭവമാണേ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു സ്മൂത്തി. കുറച്ച് ദിവസം മുന്നേ ഞാനൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്തായിരുന്നപ്പോൾ HB നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും ന്യൂട്രിയൻസും ഒന്നും കിട്ടുന്നില്ല. HB കൗണ്ട് നല്ല കുറവാണ്, 7 ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണിക്കുമ്പോൾ 10ന്റെ മുകളിലേക്ക് ആക്കി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഒരു നേരം രാവിലെ ഷേക്കാണ് കുടിക്കുന്നത്. ഇതിൽ കുറച്ച് റോൾഡ് ഓട്സ് ഉണ്ട്, അതുപോലെ പാലും ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട്, പിന്നെ ഇച്ചിരി പീനട്ട് ബട്ടറും മധുരത്തിന് ഇത്തിരി തേനും ഒഴിക്കുന്നുണ്ട്. റോൾ ഓട്സ് എടുക്കുമ്പോഴേ നമുക്ക് ഫൈബർ കണ്ടന്റ് അതിൽ കുറച്ചും കൂടിയും കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ഞാൻ അത് തന്നെയാണ് എടുക്കാറ്. പിന്നെ ഒരു റോബസ്റ്റ പഴം, ഇതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ്. നമുക്ക് ഇഷ്ടത്തിന് നട്ട്സും അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. വെയിറ്റ് കൂടുന്നവർക്ക് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ്, കുറയാനുള്ളവർക്ക് കുറയാനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ്. നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാതെ അങ്ങനെയും കഴിക്കാം കേട്ടോ. പക്ഷെ ഞാനതൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് വന്നിട്ട് ഷേക്ക് പോലെയാണ് കുടിക്കാറുള്ളത്. ഞാൻ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് മക്കളെ നീപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് എവിടേക്ക് പോകണമെന്ന് അറിയാം. എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ, എടപ്പാൾക്ക്. അവിടെ ഇന്ന് വാർപ്പാണ് കേട്ടോ. അപ്പം അമ്മയും മേമ്മമാരൊക്കെ നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ട്. ഞാനും ഏട്ടനും പിന്നാലെ അങ്ങ് പോകുന്നു കേട്ടോ. അച്ചച്ചത് ഉമ്മർത്തിരിക്കുന്നുണ്ട്. ചെറിയ രീതിക്ക് മഴയൊക്കെ പൊടിയുന്നുണ്ട്. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നേ. വാർപ്പിന്റെ ഇടയിലൊന്നും അങ്ങനെ മഴയുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതന്നെ വലിയ ഭാഗ്യം. ഇപ്പോഴത്തെ പണിക്കാരിതാ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. വന്ന പാടെ ഞങ്ങളൊന്ന് അവിടെ പോയി നോക്കിയായിരുന്നു. പിന്നെ ആകെ തിരക്കും ബഹളമൊക്കെ ആയപ്പോൾ നേരെ വീട്ടിലേക്ക് തന്നെ കയറിയിട്ടാ. അപ്പോൾ ഒരു 11-11:30 ആയപ്പോൾ അവർക്കുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരത് കഴിക്കുന്നുണ്ട്. ഈ പെണ്ണ് ഞാനെപ്പോൾ ഫോണായിട്ട് വന്നാലും അപ്പോൾ ഒരു ഓട്ടാണ് കേട്ടോ. തീരെ ക്യാമറയിൽ ഫേസ് ചെയ്യില്ല ആള്. മാമയുടെ മോളാണ് ടുട്ടു. അവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിളിച്ചുകൊണ്ട് കാണിച്ചു തരാൻ. അവിടെ ഈ ചെടികളുടെ ഇടയിൽ മയിലിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിത് ചെന്ന് നോക്കുകയാണ്. ആകെ എന്താ പറയുക, കാട് പോലെ പിടിച്ചിരിക്കണം പാടത്തിൻ്റെ സൈഡേ. അപ്പം ഞാനവിടെ പോയി ഒന്ന് നോക്കിയപ്പോൾ സംഭവം മയിൽ തന്നെ ഇരുന്നിട്ടാ. സൂം ചെയ്ത് നോക്കുന്നുണ്ട്, കാണുന്നില്ല. എന്നാലും ആളവിടെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് അറിഞ്ഞപ്പോഴേ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തില്ല. അങ്ങനെ നോക്കി നിൽക്കാൻ പാടില്ല, അത്ര കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് വേഗം വീട്ടിൽ കയറി. ലക്കിക്ക് മാമയുടെ മോനെ ഭയങ്കര പേടിയാണ് കേട്ടാ. ദിച്ചപ്പ അവന്റെ താഴെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രണ്ടും ചില സമയത്ത് ഭയങ്കര തല്ലൂട്ടാണ്. ഇപ്പൊ കണ്ട നല്ല അടയും ചക്കരയും പോലെ ഇരിക്കണത്. എന്താ രണ്ടിൻ്റെ ചിരി. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ. നമുക്ക് പണിക്കാർക്കും കൊടുക്കണം, വീട്ടിലുള്ളവർക്കും വേണ്ടിയിട്ട് നമ്മൾ CMൽ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ എടപ്പാൾ ഭാഗത്തുള്ളവർക്കൊക്കെ പിന്നെ CMൽ ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര വികാരം തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആദ്യം ഞങ്ങൾ മക്കൾ പടയങ്ങ് കഴിക്കാനിരുന്നിട്ടാ. സംഭവം എനിക്ക് 2 മക്കളായെങ്കിലും ഇവിടുത്തെ പേരക്കുട്ടികളെ വിളിക്കുമ്പോൾ കൂട്ടത്തിൽ ആദ്യം വിളിക്കുന്നത് എന്നെയായിരിക്കും. എൻ്റെ അമ്മയാണല്ലോ ഇവിടുത്തെ മൂത്ത പുത്രി. ടുട്ടു സ്വത്തുട്ടനും എൻ്റെ മക്കളും കഴിക്കാതിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഞാനും ഇരിക്കും. അങ്ങനെ വയറ് നിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഉമ്മർത്ത് വന്നിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. പണിക്കാർക്ക് ഇനി അവരെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഫുഡ് കഴിക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ വർക്കൊക്കെ ഒരുവിധം ലെവലായി. അവർ പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ചിലവരൊന്നും ഫുഡ് കഴിച്ചില്ല. അവർക്ക് ഇടനേരത്തെ പൊറോട്ട കഴിച്ച കാരണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലവരൊക്കെ പാഴ്സൽ ചെയ്തിട്ടാണ് പോയിണ്ടായിരുന്നത്. അങ്ങനെ മേമന്മാരും ഞങ്ങളൊക്കെ കൂടിയിട്ട് വന്ന് നോക്കുകയാണ് വാർപ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കി കണ്ടീഷനൊക്കെ എങ്ങനെയാണെന്ന്. ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആൾ അവിടെ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിക്ക് ഫോട്ടോ ഒക്കെയാന്ന് ചോദിച്ചിട്ട് പോസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിനൊരു എന്താ പറയുക, പഴയ വീടിൻ്റെ സ്ഥാനത്തെ ഒരു വിങ്ങലുണ്ട്, നല്ലൊരു ചെറിയ സന്തോഷമുണ്ട്. എന്നാലും പഴയ ഓടിട്ട വീട് തറവാട് എന്നൊക്കെ പറയുന്നത് അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഇരുന്ന് നോക്കി കാണുന്നുണ്ട്. അപ്പോഴും മക്കളെല്ലാവരും ഇതാ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ അമ്മേനെ ഈ കൂട്ടത്തിൽ കാണുന്നില്ല. ആള് ഉച്ച കഴിഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോയായിരുന്നു. മേമമാർ 3 പേരുണ്ട് കേട്ടോ. എനിക്കിവിടെ വരുന്നത് പൊതുവെ എൻ്റെ വീട്ടിൽ പോകണേക്കാട്ടും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പാടവും ചുറ്റിലും പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് കാണാനും നല്ല കുളിർമയേകുന്ന ഒരു ദിവസങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. അതുപോലെ മേമമാരായാലും കുട്ടികളായാലും അച്ചച്ചനും അമ്മമ്മയും എല്ലാവരും കൂടി അങ്ങ് കൂടുമ്പോഴേ
ഒരു എന്തെന്നില്ലാത്ത സന്തോഷമാണ്. മിക്കവാറും ആൾക്കാർക്ക് അത് അങ്ങനെ തന്നെയാവും ട്ടാ. അമ്മ വീട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സ്നേഹവും ഒരു വികാരം തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ട്ടാ. എല്ലാവർക്കും ടാറ്റാ.